ഇന്ന് നമ്മളെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം. റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ പോവാം. യെസ്, ഇവിടെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ ഡിഫറെൻ്റ് ആയിട്ട്, അതായത് കുറച്ചും കൂടെ ആഡംബരമായ രീതിയിലാണ് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കാം. സോ അത് നല്ല ബ്രേക്ക്ഫാസ്റ്റ്, അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. എന്തൊക്കെയോ VIP ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ പരിപാടികൾ വരുന്നുണ്ടാകും. സോ നമുക്ക് വെറുതെ അവിടെ ഇടയിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഫുഡ് കിട്ടുന്നുണ്ടല്ലോ, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പോകണം. ഓക്കെ ഗൈസ്, വണ്ടി ഓണാവുന്നില്ല, എല്ലാവരും കയറി. ഗേറ്റ് 2ൻ്റെ അവിടെയാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നേരത്തെ തന്നെ അവിടെ ചെന്നു. കാരണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അവിടെ നല്ല ലൈൻ ഉണ്ടാകും, അപ്പോൾ പെട്ടെന്ന് കിട്ടണം എന്നില്ല. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഫ്ലാഗൊക്കെ പൊന്തിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള ഓഡിറ്റോറിയത്തിൽ കയറിയിട്ടുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഫ്ലാഗ് കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു ഫ്ലാഗ് ആ ഒരു കാറ്റത്ത് ഇങ്ങനെ പറക്കുന്നതിന് എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലോട്ട് നേരെ പോയി. കാരണം അതിൻ്റെ ഉള്ളിൽ കുറേ പരിപാടികളൊക്കെ, സ്പീച്ചും പിന്നെ എന്തൊക്കെയോ കൾച്ചറൽ പ്രോഗ്രാം പോലെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലോട്ട് പോയി. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് നമ്മളവിടെ വൈസ് ചാൻസലർ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റീൻ്റെ. അങ്ങനെ നമ്മുടെ പിന്നാലെ നമ്മുടെ ബാക്കിയുള്ളവരും കൂടെ വന്നിരുന്നു. അങ്ങനെ എല്ലാവരും എണീറ്റ് നിന്ന് നമ്മൾ പ്രയറൊക്കെ ചൊല്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. Vanakkam, Namaste and very good morning to one and all present here. வெறும் சடங்கு ரீதியான அனுசரிப்பு அல்ல இது. மாறாக அரசியல் அமைப்பு விழுமியங்கள், ஜனநாயக பொறுப்பு மற்றும் பொறுப்புள்ள குடிமக்களை உருவாக்குவதில் பல்கலைக்கழகங்களின் பங்கு ஆகியவற்றை பற்றி சிந்திக்க ஒரு தருணம். இந்த உணர்வோடு இன்றைய நிகழ்விற்கு உங்கள் அனைவரையும் அன்புடன் வரவேற்கிறோம். 1950, marking the transformation of our freedom into a sovereign democratic republic. It reminds us the enduring values of justice, liberty, equality. याद दिलाता है आप सभी को गणतंत्र दिवस की हार्दिक शुभकामनाएं. Very good morning, all of you. It celebrates the fulfillment of that historic. അങ്ങനെ വൈസ് ചാൻസലറുടെ സ്പീച്ചൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫുള്ള് കൾച്ചർ പ്രോഗ്രാംസ് ആയിരുന്നു. ലൈക്ക് കുഞ്ഞു കുട്ടികളുടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഒരു പോണ്ടിച്ചേരി സ്റ്റൈലിലുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പോണ്ടിച്ചേരിയിലെ ഒരു ഡാൻസ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു ട്രൂപ്പ് പോലെ, അവരുടെ ഒരു ഡാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കേന്ദ്ര വിദ്യാലയ പറഞ്ഞ സ്കൂളുണ്ട്, അതിലുള്ള കുട്ടികളുടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമുക്ക് അവിടെ നിന്ന് ചായയൊക്കെ കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞും കുറേ പാട്ടുകളും ഡാൻസുകളും അങ്ങനെ പരിപാടികളും ഇങ്ങനെ തീരുന്നില്ല, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഈ ഡാൻസ് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. അതിൽ എൻഡിൽ ആ ഒരു റോളർ സ്കേറ്റിൽ വന്നിട്ട് ഇങ്ങനെ ആ ഒരു ഫ്ലാഗ് ഇങ്ങനെ കൈമാറുന്ന സീനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് കുട്ടികൾ ചെയ്തു. അങ്ങനെ പരിപാടിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ആക്ച്വലി നമ്മൾ പുറത്താണ് ഫുഡ് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ പുറത്തിറങ്ങി. പക്ഷെ ഉള്ളിൽ തന്നെ ആയിരുന്നു, ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ തന്നെ സൈഡിൽ ലൈനാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളത് കണ്ടില്ല. പിന്നെ നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് കയറിയിട്ട് ആ ലൈനിൽ കയറി നിന്നു. നമ്മൾ ഫസ്റ്റ് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് കഴിക്കാമെന്നായിരുന്നു. അങ്ങനെ അതിന് വേണ്ടി നമ്മളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ഹോസ്റ്റലിലേക്ക് നടക്കുന്ന ടൈമിൽ പുറത്ത് ഗാർഡനിൽ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെപ്പോഴും ഹോസ്റ്റലിൽ ഇരുന്നിട്ട് കഴിക്കുക. അപ്പോൾ ഒരു വെറൈറ്റിക്ക് ഇവിടെ ഇരുന്ന് ഇപ്രാവശ്യം കഴിക്കാമെന്നിങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മൾ അവിടെ പോയി നല്ലൊരു സ്ഥലം നോക്കിയിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഫസ്റ്റ് ആഗസ്റ്റ് 15 ഇതിനെക്കാട്ടിലും നല്ല അടിപൊളിയായിരുന്നു എന്നാണ് ഫ്രണ്ട്സ് പറഞ്ഞത്. കാരണം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം ഹോസ്റ്റൽ ഫുഡൊക്കെ വെച്ച് നോക്കുന്ന ടൈമിൽ ഇത് സ്വർഗ്ഗമാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടിയത് ദോശ, ഇഡ്ഡലി, വട, പൊങ്കൽ, കേസരി, പിന്നെ ചട്നി, സാമ്പാർ. ഇത് ഭയങ്കര സോഫ്റ്റ് സാധനമായിരുന്നു കേട്ടോ. ഇതിന് വേണ്ടി മാത്രമായിട്ടാണ് നമ്മളിപ്പോൾ ഈ പരിപാടിക്ക് വന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വെയിൽ വരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഫുഡ് കഴിച്ച് നമ്മൾ കയറി. നല്ല രസമല്ലേ ഈ ഫ്ലാഗ് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവായി. ഇനി നാളെ ക്ലാസ് ഉണ്ട്, അതിന് മുമ്പ് നമുക്ക് അസൈൻമെൻറ്റ്സ് ഒക്കെ എഴുതി തീർക്കാണ്ട്. അപ്പോൾ എന്നാൽ ബായിട്ടടാ, പോട്ടെ.